വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ചില നടപടികളുണ്ട്. അതായത് പാക് അധീന കശ്മീരിലേക്ക് ഒരു ആക്രമണം പ്രതീക്ഷിച്ച് അവർ അവിടുത്തെ മദ്രസകളൊക്കെ അടച്ചുപൂട്ടി അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതൊന്നാമത്തെ കാര്യം. പോരാത്തതിന് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ കടക്കാതിരിക്കാനും ദിശ മാറ്റിവിടാനുമായിട്ട് ജാമറുകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതൊക്കെ വരുന്ന വാർത്തകളാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 57 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള, അതായത് 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OIC രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എന്നാണ് ഈ OICയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ OIC 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ എത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു ജല ബോംബ് ഇട്ടെന്ന് അറിയാലോ. IWT, ഇൻഡസ് വാലി ട്രീറ്റി, അതായത് നമ്മുടെ സിന്ധു നദീജല കരാർ തടഞ്ഞിരുന്നു. ഈ സിന്ധു നദീജല കരാർ അവിടെ തടഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരിറ്റ് വെള്ളത്തിനായി പാകിസ്ഥാൻ കേഴുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സാറ്റലൈറ്റ് ഇമേജ് പുറത്തു വന്നിരുന്നു. ആ സാറ്റലൈറ്റ് ഇമേജിൽ അത് പങ്കുവെച്ചത് ഇന്റലിജൻസ് വിദഗ്ധൻ കേണൽ വിനായക് ഭട്ടാണ്. റിട്ടയർഡ് കേണലാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പങ്കിട്ട ഉപഗ്രഹ ചിത്രങ്ങളിൽ പാകിസ്ഥാനിലെ ചെനാബ് നദിയിലെ മാറാല ഹെഡ്വർക്കിലെ ജലപ്രവാഹത്തിൽ അത് വറ്റി വരണ്ട് കിടക്കുകയാണ്, ഗണ്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ കൃഷിയെ ഇത് വളരെ വലിയ അതിഭീകരമായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കൃഷിയെ ബാധിക്കുക മാത്രമല്ല, ഈ പാകിസ്ഥാൻ എത്രയൊക്കെ ദരിദ്ര സംസ്ഥാനമാണ്, പാകിസ്ഥാന്റെ ഇറക്കുമതി കയറ്റുമതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പാകിസ്ഥാൻ ജനതയ്ക്ക് ഈ ഈ സിന്ധു നദീജലം കൊണ്ട് അവർക്ക് ചെയ്യുന്ന കൃഷിയാണ് അവിടെയുള്ള ജനതകളുടെ ഭൂരിഭാഗമുള്ള വിശപ്പ് മാറ്റുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ നദിയിലെ 80% വെള്ളവും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ മാറാല ഹെഡ്വർക്സ് ഒരു സാധാരണ ജലസേചന ഘടനയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ താഴെയുള്ള ആദ്യത്തെ പ്രധാന പാകിസ്ഥാൻ ജല നിയന്ത്രണ അടിസ്ഥാന സൗകര്യമാണ് എന്നുള്ളതാണ്. പോരാത്തതിന് അവിടെയുള്ള പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഈ ഖാരിഫ്, റാബി വിളകൾക്ക് വെള്ളം നിയന്ത്രിക്കുന്നതിൽ ഈ സ്ഥലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ പാകിസ്ഥാൻ ഏകദേശം ഈ ജല ബോംബ് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുന്നു. അവിടെയുള്ള കനാലുകളും ഈ ചെനാബ് നദിയടക്കം വറ്റി വരണ്ടു കഴിഞ്ഞു എന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അവിടെയുള്ള കർഷകർക്ക് ജലമില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അവിടെയുള്ള ആൾക്കാർ പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇടപെട്ടിരിക്കുകയാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടതിൽ പാകിസ്ഥാൻ ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഒട്ടും ആശ്വാസമല്ല. ഈ ഇന്ത്യ ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങളെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. മോദിയുടെ റഡാറിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. തുർക്കിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാലോ. തുർക്കി പാകിസ്ഥാന് സപ്പോർട്ടുമായിട്ട് വന്നു, ചൈന പാകിസ്ഥാന് സപ്പോർട്ടുമായിട്ട് വന്നു. ഇവരൊക്കെ ഇപ്പൊ എവിടെ പോയി? അതുപോലെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ ആ സപ്പോർട്ട് പിൻവലിക്കുമോ ഇന്ത്യയുടെ നയതന്ത്ര ഒരു നീക്കത്തിൽ എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. ഈ പറഞ്ഞ ഇസ്ലാമിക് ഓർഗനൈസേഷൻ 1969 രൂപം കൊണ്ട ഒരു സംഘടനയാണ്. 57 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതിനകത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്. നമ്മളെ പിന്തുണച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് അഫ്ഗാനിസ്ഥാൻ, ഇറാനുണ്ട്. ഏതാണ്ട് 57ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ. സൗദി അറേബ്യയാണ് ഇതിന്റെ ആസ്ഥാനം, ജിദ്ദയിലാണ് ഇതിന്റെ ഒരു ആസ്ഥാനമൊക്കെ. അപ്പൊ ഇവരുടെ ഒരു ലക്ഷ്യം, ഈ സംഘടനയുടെ ലക്ഷ്യം തന്നെ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക വിശ്വാസികളുടെയും ഉന്നമനത്തിനും ഒപ്പം സാഹോദര്യത്തിനും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം തന്നെ ഇവര് പ്രധാനപ്പെട്ട ഊന്നൽ കൊടുക്കും ഇസ്ലാമിക നിയമങ്ങൾ അത് പരിഷ്കരിക്കുക, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, സെമിനാറുകൾ അതൊക്കെ നടത്തി കാലോചിതമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു NGO പോലെ നമുക്ക് പറയാൻ പറ്റും. അതൊരു എന്താ പറയുക, ആ ഒരു സമുദായത്തിനിടയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് 57 രാജ്യങ്ങളുടെ സംഘടന. അതിനകത്ത് അവർക്കൊക്കെ ഓരോ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ ഈ വിദേശ പോളിസികളിലും ഇല്ലെങ്കിൽ വിദേശ ഇതും മറ്റും ഒരുപാട് സബ്മിറ്റുകളും സെമിനാറുകളും ഒക്കെ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് അവർ. അവരിപ്പോ ഇത് ആദ്യമായിട്ടല്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. മിക്കവാറും ഒക്കെ ഈ ഇസ്ലാമിക രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ അവരുടെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ വളരെ കാലമായിട്ട് അവരെ കേൾക്കാനില്ല. അതെനിക്ക് തോന്നുന്നു ഇവര് ഏറ്റവും ഒടുവിൽ ഈ സംഘടനയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നത് ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായപ്പോൾ ഈ പലസ്തീനില് ഇവര് പറഞ്ഞത് അവിടെ
അവിടുത്തെ ജനങ്ങൾക്ക് ജീവകാരുണ്യപരമായിട്ട് അവർക്ക് ഇത് വെടിയുർത്തലിലേക്ക് പോകണം, അവരെ അടിക്കരുത്, അവർക്ക് മരുന്ന് വെള്ളം, അങ്ങനെ ഒരു ഇടപെടൽ ഇവര് നടത്തിയിരുന്നു. ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഉം. ഒരു പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് അതൊരു രാജ്യങ്ങളുടെ പിന്തുണ എന്ന് നമുക്കതിന് പറയാൻ കഴിയും. ഇപ്പൊ നാറ്റോ സഖ്യം പോലെയോ അല്ലെങ്കിൽ മറ്റ് ബ്രിക്സ് ഉച്ചകോടി പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സഖ്യമല്ലത്. പകരം ആ രാജ്യങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടന എന്ന് മാത്രം ആണുള്ളത്. കാരണം ഈ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് എല്ലാവർക്കും ഇന്ത്യയുമായി പോകാനേ കഴിയും. അവർക്ക് പാകിസ്ഥാനോട് ഒത്തുപോകാൻ കഴിയില്ല. ബേസിക്കലി അവരുടെ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും ഇപ്പൊ യുദ്ധത്തിൽ ഇപ്പൊ പാകിസ്ഥാനെ അവർ പിന്തുണച്ചാൽ നാളെ പാകിസ്ഥാൻ കൊണ്ട് മാത്രം സൗദി അറേബ്യക്കോ അല്ലെങ്കിൽ GCC രാജ്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം എക്കണോമി തകർന്ന് തരിപ്പണമായി കിടക്കുന്നു, പൈസ ഇല്ലാതെ എടുക്കുന്നു. പിന്നെ ഇവർ ഈ എണ്ണ എവിടെ കൊണ്ട് വിൽക്കും? നാളെ ഇപ്പൊ ഈ GCC രാജ്യങ്ങൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ, അപ്പൊ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവർ. അത് രാജ്യങ്ങളല്ലല്ലോ ഇടപെടുന്നത്, ഇതൊരു ഓർഗനൈസേഷൻ ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഉം. അതിനേക്കാൾ എന്നെ കുറച്ചുകൂടെ ചിന്തിപ്പിച്ച ഒരു കാര്യം ധനുഷ് ഇപ്പൊ പറഞ്ഞ ഈ അവരുടെ കനാലുകൾ വറ്റി വരേണ്ട ഒരു കാര്യമാണ്. അതൊരു അതെ അതെ അതെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില നാഷണൽ മീഡിയാസിൽ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഉം. ഡാമിന്റെ താഴ്വശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, അതിനുശേഷം അതെ. എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇതിനകത്ത് നമുക്ക് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു അനുഭവം വിടുന്നതിനേക്കാൾ വലിയ ഒരു പവറിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിന്റെ സിന്ധ് പ്രവിശ്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് കൃഷി മാത്രമല്ല, കുടിവെള്ളം, അവരുടെ ഉം. മറ്റ് ദൈനംദിന വെള്ളമില്ലാതെ ഒരു മനുഷ്യന് മുമ്പോട്ട് അധികം പോകാൻ കഴിയില്ല. അപ്പം അതെ. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ഈ സിന്ധു നദി ജലമായിരുന്നു. നമുക്കറിയാം കുറച്ചു നാളിന് ഉം. മുമ്പ് ഈ ഇഷ്യൂ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് സിന്ധു പ്രവിശ്യയിൽ പാകിസ്ഥാൻ ഒരു കനാല് കെട്ടിയിരുന്നു, ഒരു കനാൽ ഉം. പ്രൊജക്ട്. ആ കനാല് പോകുന്നത് പാകിസ്ഥാന്റെ മറ്റ് മേഖലകളിലേക്കായിരുന്നു ഈ കനാല് പോയിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ ഉം. സിന്ധ് പ്രവിശ്യയിലുള്ള ജനങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കി. അവർ പറഞ്ഞു ഞങ്ങളുടെ വെള്ളം അങ്ങനെ വഴിതിരിച്ചു കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു ഒരു 7 മാസം മുമ്പായിരുന്നു ആ പ്രക്ഷോഭം തുടങ്ങിയിരുന്നത്. ഓക്കെ. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. ഈ വെള്ളത്തെ ചൊല്ലി പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രശ്നമുണ്ട്. അതായത് ഈ വെള്ളം പാകിസ്ഥാന്റെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ കനാൽ നിർമ്മിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ ഉം. ഇന്ത്യ ഇതിന് മുമ്പ് അണക്കെട്ടുകൾ നിർമ്മിക്കാൻ പോയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ പാകിസ്ഥാൻ അവിടെ കൊണ്ടുവന്നൊരു ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് സ്ഥാപിക്കാൻ പോയപ്പോൾ അവിടുത്തെ പ്രാദേശിക ജനം പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇത് ഞങ്ങളുടെ വെള്ളം ഒഴുക്കിനെ തടസ്സപ്പെടുത്തും, ഞങ്ങളുടെ കൃഷിയെ തടസ്സപ്പെടുത്തും. ഈ ഒരു മേഖലയിൽ നിന്നുള്ള കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഈ ചെറുകിട കൃഷി ഇടങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് ധാരാളം ഉള്ളി, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഉം. അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു വലിയ കാര്യങ്ങളിലേക്കാണ് അത് നീങ്ങുന്നത്. പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങള്, അതുപോലെ അങ്ങനെ വലിയ രീതിയിൽ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും അവര് ഉത്പാദിപ്പിക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു മേഖലയുടെ എന്താ പറയുക ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് അതെ. പിന്നെ അവരുടെ ഒരു വലിയ സ്രോതസ് എന്ന് പറയാൻ കഴിയുന്നത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ധാതു ലവണങ്ങളും മറ്റുമൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ഉം. കൊണ്ടുവന്നിട്ടാണ് ചൈനയെ കൊണ്ട് ഇട്ട് കൊടുത്തത് ഖനനം ചെയ്യാനായിട്ട്. അതവിടെ നടന്നില്ല. പിന്നീട് ആ പ്രൊജക്ട് അവർ മാറ്റിയിട്ട് അവർ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് എന്നും പറഞ്ഞ് മാറ്റി. പക്ഷെ ബലൂചിസ്ഥാൻകാർ അതും സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ചൈനീസ് എഞ്ചിനീയേഴ്സിനൊക്കെ അവർ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. ഈ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ടിന്റെ മറവിൽ അവിടെ ഈ ധാതു സമ്പത്ത് ഖനനം ചെയ്തെടുക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്നാണ് ബലൂചിസ്ഥാനികൾ പറയുന്നത്. ഉം. അതിനെ കുറിച്ച് അറിയില്ല. അപ്പം അതൊരു പ്രൊജക്ട്. അപ്പൊ ഇവിടെ എവിടെ തൊട്ടാലും പാകിസ്ഥാനിൽ മുൻപ് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അവിടേക്കാണ് വെള്ളമേ ഇല്ലാത്തൊരു അവസ്ഥ വരുന്നത്. മുൻപ് വെള്ളമുള്ളപ്പോഴായിരുന്നു ഈ അടിയെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ വെള്ളമേ ഇല്ല. അതാണ് അവിടുത്തെ വേറൊരു പ്രശ്നം. ഈ പ്രശ്നം വരുമ്പോഴത്തേനും ഒരുപക്ഷെ ആദ്യത്തെ തവണ, അതായത് ഈ സിന്ധു നദീ ജലം തടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാകിസ്ഥാൻ സർക്കാർ കരുതിയിരുന്നത്, പാകിസ്ഥാന്റെ ഭരണകൂടങ്ങൾ കരുതിയിരുന്നത് ഇത് ആദ്യം ഇന്ത്യക്കെതിരെ ഒരു വലിയ പ്രതിഷേധമായി ഉയരും എന്നാണ് കരുതിയെങ്കിൽ അവർക്ക് അവിടെയാണ് തെറ്റിയത്. കാരണം ഓൾറെഡി അവിടെ തന്നെ കുറെ ഇഷ്യൂസുകളുണ്ട്. അതിനിടയ്ക്ക് വെള്ളം കൂടെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം നേരെ പോകുന്നത് പാക് ഭരണകൂടത്തിനെതിരെ തന്നെയാണ്. നിങ്ങൾ കാരണമാണ് വെള്ളം ഇല്ലാതായതെന്നാണ്. അല്ലാതെ ഒരിക്കലും ഇന്ത്യ വെള്ളം കെട്ടി നിർത്തിയെന്ന് അവർ പറയാൻ താല്പര്യപ്പെടുന്നതേ ഇല്ല. കാരണം അതെ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നന്നായിട്ട് അറിയാം ഇൻ ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ വീണ്ടും ഈ ട്രീറ്റി കാരണം ഇന്ത്യക്ക് അങ്ങനെ വെള്ളം കൊടുക്കാതെ വെള്ളം കൂടി മുട്ടിച്ച് അല്ല, ചോദിക്കുക അതാണ് എന്റെ എന്നൊക്കെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഇത് മരവിപ്പിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടാണല്ലോ. അപ്പൊ ഇന്ത്യ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എപ്പോഴും മാനുഷികമായിട്ടുള്ള പരിഗണനകൾ ഏതൊരു രാജ്യത്തിനും കൊടുക്കും. അതിപ്പോ എത്ര വലിയ ശത്രു രാജ്യമായിരുന്നാലും ആ രാജ്യത്ത് കൊടുക്കും. ഇപ്പോ നമ്മുടെ സിവിലിയൻസിനെ അവർ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഇന്ത്യ പാകിസ്ഥാനിലെ സിവിലിയൻസിനെ ഒരിക്കലും ദ്രോഹിക്കാനായിട്ട് ഒരുങ്ങില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം എന്ന് പറയുന്നത്. അവർക്ക് ഇത് തടഞ്ഞു വെച്ചെങ്കിലും അത് പാകിസ്ഥാൻ സർക്കാരിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഇവിടെ വിലയിരുത്തപ്പെടുന്നത്, അവിടെയും വിലയിരുത്തപ്പെടുന്നത്. ബിജു ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ത്യയല്ല
അല്ല അവർ കുറ്റപ്പെടുത്തുന്നത്, അവരുടെ സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ആ ജനങ്ങളെ ബാധിച്ചു വരുമ്പോൾ, ഇതുപോലെയൊക്കെ ബാധിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഈ OIC രാജ്യങ്ങളടക്കം പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ബാധിച്ചു വരുമ്പോൾ ഇന്ത്യ ഒരു സമ്മർദ്ദത്തിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല, ഇവിടെ വേറൊരു ടെക്നിക്കാണ് നരേന്ദ്രമോദി പ്രയോഗിച്ചിരിക്കുന്നത്. ഞാൻ മുൻപ് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ നമ്മളോട് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിക്കുന്ന ഒരു രീതിയാണ് പാകിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതൽ ഇന്ന് വരെ അവലംബിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്തുക, ഈ നമ്മുടെ മഹാരാഷ്ട്ര പോലെയുള്ള നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളിലെ ഭീകരാക്രമണം നടത്തുക, അങ്ങനെ എവിടെ തിരിഞ്ഞാലും ബോംബ് പൊട്ടുക, അതായത് ഇഞ്ചിഞ്ചായി കൊല്ലുക. അതായത് ഓരോ ഇന്ത്യക്കാരനും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എവിടെ ബോംബ് പൊട്ടും, അല്ലെങ്കിൽ എവിടെയാണ് അക്രമം നടക്കുന്നത്, എവിടെയാണ് ഭീകരപ്രവർത്തനം നടക്കുന്നത്, അവിടെ പൊട്ടുമോ, ഇവിടെ പൊട്ടുമോ, ഇല്ല കുക്കർ ബോംബ് പൊട്ടുമോ, സിഗരറ്റ് ബോംബ് പൊട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് അവർ വേദനിപ്പിക്കും. നമ്മളുമായിട്ട് അവർ ഡയറക്റ്റ് ഫൈറ്റിനല്ല വരുന്നത്, അവരവരുടെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ. ഇന്ന് അതേ നാണയത്തിലാണ് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ അവരെ തൊടാതെ തന്നെ അവരുടെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് രക്തം ചീന്താതെ തന്നെ, ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ തന്നെ അവിടുത്തെ ജനതയെ ഒരൊറ്റ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് കൊണ്ട് മാത്രം അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ന് അവിടുത്തെ ജനം അത് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു വലിയ വാണിംഗ് ആണ്. ഇപ്പോഴത്തേക്കുള്ള വാണിംഗ് അല്ല, ഉള്ള കാലം മുഴുവനുള്ള വാണിംഗ് ആണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം, സിന്ധു നദി ഉള്ളിടത്തോളം കാലം ഇതെന്നും ഒരു ഭീതിയായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ ധനുഷ് പറഞ്ഞതുപോലെ നമ്മൾ ബംഗ്ലാദേശിൽ നമുക്കെതിരെ വലിയ പ്രകടനങ്ങളും കാര്യങ്ങളും നടക്കുന്ന സമയത്താണ് നമ്മൾ അവർക്ക് അരി കയറ്റി അയച്ചതെന്നുള്ളത് നമ്മൾ മറക്കരുത്. അദാനി, ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്ത് വന്ന അദാനിയുടെ പവർ ഗ്രിഡിൽ നിന്ന് പൈസ കൊടുക്കാഞ്ഞിട്ട് കറണ്ട് കട്ട് ചെയ്തപ്പോ മാനുഷിക പരിഗണനയുടെ പേരിൽ നമ്മൾ കറണ്ട് കട്ട് കുറച്ചാക്കിയിട്ട് ബാക്കി കറണ്ട് കൊടുത്തവരാണ് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും, ഒന്ന് പേടിപ്പിക്കും. നമുക്ക് തന്നെ അറിയാം ഈ സാധുക്കൾക്ക് വേറെ വഴിയില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം. അത് പാകിസ്ഥാനികൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവിടെ പോയിട്ട് ഒരു 10 ബോംബിട്ട ആളുകളെ കൊന്നു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ഇമ്പാക്ട്. ലോകം മുഴുവനും, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ജനതയുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് വലിയ ഒരു തെറ്റായ ചിത്രവും വൈരാഗ്യവുമായിരിക്കും. ഇന്ത്യയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ജനത തന്നെയാണ് പാകിസ്ഥാനിൽ കിടക്കുന്നത്. കുറച്ചധികം പേര്, വലിയ ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം, ഇന്ത്യൻ സിനിമകളെ, ഇന്ത്യൻ ചിത്രങ്ങളെ, ഇന്ത്യക്കാരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ അനവധിയുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അപ്പം അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ അവർക്ക് പുറത്തത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അവരുടെ മനസ്സിലുള്ള ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാൻസിന്റെ ഒരുപാട് യൂട്യൂബ് ചാനൽ നമ്മളെല്ലാരും കാണുന്നവരാണ്, അവരുടെ റിയാക്ഷൻസ് ആയാലും ഒക്കെ. അപ്പൊ അതിനകത്ത് അവരെല്ലാം മോദിയെ വളരെയധികം ഇഷ്ടപ്പെടുക, ഇങ്ങനൊരു ലീഡർ ഞങ്ങൾക്കില്ല, അങ്ങനെ ഓപ്പണായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു നേതാവ് ഞങ്ങൾക്ക് ഇല്ലാതെ പോയതാണല്ലോ ഞങ്ങളുടെ ഈ പരാജയം എന്ന് അവർ ഓപ്പൺ ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ജനതയാണ്. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാല് ഇന്ത്യയുടെ തന്നെ മറ്റൊരു ഭാഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിൽ നിന്നും കുറഞ്ഞു പോയവരാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ജനതയെ കൊന്നെടുക്കാൻ ഒരിക്കലും തയ്യാറായി. നമ്മൾ അന്ന് തൊട്ടും ഇന്നും പറയുന്ന ഒരു കാര്യം, നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, തീവ്രവാദികളെ നമ്മൾ വെച്ചു ഉറപ്പിക്കില്ല എന്ന് പറയുന്നത്. അപ്പം ഇത് ഭരണകൂടത്തിന് കൊടുക്കുന്ന ഒരു വലിയ താക്കീതാണ്. അതായത് ഞങ്ങൾക്ക് ഭാവിയിലാണെങ്കിലും ഞങ്ങളുടെ ഒരു തോക്ക് പോലും കയ്യിലെടുക്കാതെ നിന്നെയൊക്കെ ടെൻഷന്റെ മുൾമുനയിൽ നിർത്താൻ കഴിയും എന്നുള്ളിടത്താണ് നമ്മൾ ചെയ്തത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പഞ്ചാബ് സിന്ധു പ്രവിശ്യയിൽ നമ്മൾ വെള്ളം കൂടിയാണ് അവരുടെ മുട്ടിച്ചതെങ്കിൽ, മറ്റൊരിടത്തേക്ക് നമ്മൾ വെള്ളം തുറന്നു വിട്ട് അവരെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് അവിടെ നടന്നത്. ഉറിയിലെ ഡാം തുറന്നു വിട്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലേക്ക് കൂടുതൽ വെള്ളം എത്തി. അതായത് ഒരിടത്ത് വെള്ളമില്ല, ഒരിടത്ത് വെള്ളമുണ്ട്. അതായത് സ്ഥലകാല ബോധമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ നമുക്ക് അതുകൊണ്ട് എത്തിക്കാൻ കഴിയും. ഇനി ഈ പാകിസ്ഥാൻ എടുക്കുന്ന കുറെ മണ്ടത്തരങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ബുദ്ധിയാണ്. ഇപ്പൊ ഷിംല കരാറിന്റെ കാര്യം തന്നെ എടുക്കാം. അവരത് റദ്ദ് ചെയ്തു. ഇന്ത്യക്ക് അത് റദ്ദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ റദ്ദ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം, അതിന് മൂന്നാമത്തെ കക്ഷിക്ക് ഇടപെടാൻ കഴിയില്ല. ഈ ഷിംല കരാർ യഥാർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇരു ഭാഗങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കണമെന്നാണ്. അപ്പൊ പാകിസ്ഥാൻ ചെയ്ത ബുദ്ധി എന്താ പറഞ്ഞാൽ, ഷിംല കരാറ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഇനിയിപ്പോ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമതൊരു കക്ഷിക്ക് ഇടപെടാവുള്ളൂ, കരാറില്ലല്ലോ. പക്ഷെ ഇന്ത്യ അവിടെ ചിന്തിച്ചത് എന്താണ്, ഇനി കരാറേ ഇല്ല. കാരണം LOC ആണ് നമുക്കുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്റർനാഷണൽ ബോർഡർ കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളത് ഭൂരിപക്ഷവും ലൈൻ ഓഫ് കൺട്രോൾ ആണ് നമുക്കുള്ളത്. അതായത് ഒരു അതിർത്തി മാത്രമാണുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതാണല്ലോ ഒരു പ്രശ്നം. ഇവിടെ നമുക്ക് എവിടെ വേണേൽ കയറാൻ പറ്റും, എവിടെ വേണേൽ കയറി അടിക്കാൻ പറ്റും. ഇപ്പൊ അഗ്നൂർ മേഖലയിൽ നമുക്ക് കയറാൻ പറ്റും, അപ്പം POK കയറാം, എവിടെ വേണേൽ കയറാം. ഇതാണ് നമ്മൾ കരുതുന്നത്. ഇത് അവരുടെ ഒരു മണ്ടത്തരം എന്ന് നമുക്ക് പറയാൻ കഴിയും. അവരുദ്ദേശിച്ചത് ഇതാണ്, മൂന്നാമത്തെ ഒരു കക്ഷിക്ക് ഇനിയിപ്പോ എളുപ്പത്തിൽ ഇടപെടാം, ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇനി മൂന്നാമത് ഒരാൾക്ക് വരാമല്ലോ.
കാരണം ഇപ്പൊ ഞങ്ങളത് അതെ. കരാറില്ല, പക്ഷേ ഈ ഷിംല കരാർ കളഞ്ഞപ്പോൾ അതാണ് അത് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ അവര് ചെയ്തത് മറ്റൊരു പണി നോക്കൂ. അത് സ്വാഭാവികമായിട്ട് നിൽക്കേണ്ട ഒരു സാധനമാണെങ്കിൽ പോലും അവരത് മുമ്പോട്ട് ചെയ്ത പണിത് നമ്മുടെ വിമാനങ്ങളുടെ ഒക്കെ റൂട്ട് അടച്ചു വരും. അത് അവർ ഒന്ന് ഭയന്നിട്ട് കൂടിയാണ്. അവർ പെട്ടെന്നൊരു തീരുമാനമാണ്. ഇന്ത്യയും തിരിച്ച് അതേപോലെ അവരുടെ വിമാന റൂട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തായ്വാനിലും അതുപോലെ ചൈനയിലും മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ വളരെ ചുറ്റിത്തിരിച്ച് പോകേണ്ടി വന്നു. നമുക്കും അതെ. ചുറ്റിത്തിരിഞ്ഞാണ് പോകേണ്ടതെങ്കിലും അവർക്കും അത് നമ്മളെ പോലെ അല്ല അവർ. കാരണം അവർ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തൊരു യാത്ര സാമ്പത്തികമായി വലിയ ബാധ്യത അവർക്ക് വെക്കും. മറ്റൊരു കാര്യം എന്താണെന്നറിയാം, ഈ വിമാന സർവീസ് അവർ നിരോധിച്ചുകൊണ്ട് സംഭവിക്കുന്നത്, ഈ വിമാനങ്ങൾ ഓരോ രാജ്യത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ഒരു ഫ്ലൈയിങ് ഫീസ് ഉണ്ട് ഓരോ രാജ്യങ്ങളുടെയും. ഈ ആകാശപാത നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മളൊരു ഫീസ് കൊടുക്കും. ആ ഒരു വലിയ കോടിക്കണക്കിന് രൂപയാണ് ഒറ്റയടിക്ക് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ വ്യോമപാത ഉപയോഗിക്കാതിരിക്കുമ്പോൾ. അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയെക്കാളും വലിയൊരു ചാർജ് ചൈന ഈടാക്കുക തന്നെ ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ല, ഉം. അവരുടെ മുകളിൽ കൂടെ പറക്കുമ്പോൾ. അതാണ് ഇപ്പൊ അവർ ചെയ്തത്. നമുക്കും അത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പം ഇതാണ് അവരുടെ മറ്റൊരു പൊട്ടത്തരം എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഓക്കെ, അതിപ്പോ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വ്യോമപാതകൾ രണ്ട് രാജ്യങ്ങളും അടക്കാറുണ്ട്. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്, 3-4 ദിവസം, അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് തീരുന്നത് വരെയാണ്. ഇപ്പൊ അത് അവർ ചെയ്തു. ഇപ്പം ഇന്ത്യ ചെയ്യാൻ പോകുന്ന കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം ഈ ഷിപ്പിംഗ് മേഖലയിൽ വളരെ സ്ട്രെങ്ത് ആണ് നമ്മളിപ്പോ. ഈ ചരക്ക് ഗതാഗതത്തിൽ ഒരു മെയിൻ പാർട്ടാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ കപ്പൽ ഗതാഗതം കൂടി നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം പൂട്ടും. ഇവർക്കത് തിരിച്ച് ചെയ്യാനില്ല. ഇങ്ങനെ കുറെ ഞാൻ പറഞ്ഞില്ല, ഇവർ എടുത്ത് പിടിച്ചിട്ട് ചെയ്യുന്ന ചില പൊട്ടത്തരങ്ങളാണ് ഇവരെ തന്നെ കുഴിയിലാക്കുന്ന ചില കാര്യങ്ങൾ. കാരണം ഉം. യാതൊരു മുന്നൊരുക്കവും ഇല്ലാതാണ് ഇവർ ഒന്നിനെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മൾ നോക്കൂ, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്ത്യ ഇപ്പൊ ഇതേ നിമിഷം വരെ തിരിച്ചടിച്ചിട്ടില്ല. പക്ഷെ തിരിച്ചടിക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതെ. യാതൊരു മുന്നൊരുക്കവും നടത്താത്ത പാകിസ്ഥാൻ പെട്ടെന്ന് പകൽഗാമിൽ കൊണ്ടൊരു ആക്രമണം നടത്തിയിട്ട് എന്താ പറയുന്നത്, ഈ പടക്കം നമ്മൾ ഇവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ, ഈ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ഒരാളുടെ അവസ്ഥ. പടക്കം അതെ. അതെ. കത്തിക്കുന്ന ആൾക്ക് തന്നെ അത് തിരിച്ചു വരുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. കാരണം അവർ അതെ. യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ എപ്പോഴും ചെയ്യുന്ന കണക്ക് പകൽഗാമിൽ ഒരു അറ്റാക്ക് നടത്തിയേക്കാം, പ്രശ്നമൊന്നും വരത്തില്ല. വലിയ എന്തെങ്കിലും വരികയാണെങ്കിൽ. കാരണം അതിന്റെ പിന്നിൽ മുനീറാണ്. ഇപ്പൊ മുനീറിനെതിരെ ഒരു വലിയ പ്രതിഷേധം പാകിസ്ഥാനിൽ ഉയരുന്നുണ്ട്. കാരണം മുനീറിനെ ഇപ്പൊ കാണുന്നില്ല ഒന്നും. രണ്ടാമത്തെ കാര്യം, മുനീർ അധികാരം പിടിക്കാനും ജനശ്രദ്ധ തിരിക്കാനും വേണ്ടി ചെയ്തത് ഇപ്പോൾ ആപ്പായിട്ട് മാറിയിരിക്കുക. അവിടെ ചെയ്യുന്ന പണി വെച്ചാൽ ഈ പാകിസ്ഥാന്റെ സൈന്യമായാലും ISI ആയാലും ഒക്കെ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിക്കും. ഇതിന് ഉത്തരം പറയേണ്ടത് ആരെന്ന് വെച്ചാൽ ഈ ഭരണകർത്താക്കളാണ്. പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി. ഇതുങ്ങൾക്കാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു പിടുത്തമില്ല. കാരണം അവരറിയും, സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന കാര്യമല്ല ഇങ്ങനെ നടക്കും. യാതൊരു മുന്നൊരുക്കവും നടത്താതാണ് ഇപ്പോൾ ഇവർ മുമ്പോട്ട് നിൽക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് പറഞ്ഞത് ബീരങ്കി പടയെ നമ്മുടെ അതിർത്തികളിലേക്ക് അവർ നീക്കിയിട്ട് ലൈവ് അതെ. ഫയറിംഗ് ചെയ്യുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ സൈനിക അഭ്യാസം നടത്തുന്നുണ്ട്, മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവർ ചെയ്യുന്നത് അതിർത്തി കൊണ്ടിട്ട് ലൈവ് ഫയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഉണ്ട തന്നെ ഇട്ടിട്ട് വെടിവെക്കുന്ന പരിപാടിയാണ് ലൈവ് ഫയറിംഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അതായത് ചോദിച്ച് മേടിക്കുകയാണ്, പെട്ടെന്നെങ്കിലും വാ ഞങ്ങൾ അടിച്ചിട്ട് പോ എന്ന് പറയുന്നതിനൊക്കെയുള്ള ഒരു സമീപനത്തിലേക്കാണ് അവർ നിൽക്കുന്നത്. അതായത് അവരുടെ അത് ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ നീക്കം ഒരു എന്താണെന്ന് കാര്യം. ഇവർക്കൊരു പിടിയില്ല. അതുകൊണ്ടാണ് ഇവര് പ്രകോപിപ്പിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യം. ആ അതായത് ഒരു ബോർഡറിൽ തന്നെ അവർ അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പൂഞ്ച് ഇല്ലെങ്കിൽ ജമ്മു കാശ്മീർ ബോർഡറിൽ തന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അവിടെ അടി തുടങ്ങുമല്ലോ. അപ്പൊ പിന്നെ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷെ അവിടെ അവരെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പം ഇന്ത്യയുടെ ഒരു പുതിയ വാർത്തയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്നത്. ഉത്തർപ്രദേശിലെ എക്സ്പ്രസ് ഹൈവേയിൽ 3.5 കിലോമീറ്റർ ദൂരം വരുന്ന എക്സ്പ്രസ് വേയിൽ മിറാജ്, അതേപോലെ തന്നെ നമ്മുടെ ഈ റഫേൽ. പറയുന്ന റഫേൽ വിമാനങ്ങളുടെ വ്യോമാഭ്യാസം ഇന്നും നാളെയായിട്ട് നടക്കുക. അത് വെറുതെ നടക്കുകയല്ല. വലിയ ഫ്ലെക്സ്, യോഗിയുടെ മോദിയുടെ ഒക്കെ പടം വെച്ചിട്ടുള്ള വലിയ ഫ്ലെക്സ് അടിച്ച് നേരത്തെ തന്നെ വിളംബരം ചെയ്തിട്ട് നടക്കുക. ഇപ്പൊ പാകിസ്ഥാൻകാർ വണ്ടറടിക്കുന്നുണ്ടാകും. കാരണം പാകിസ്ഥാനുമായി 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഗംഗാവേ എക്സ്പ്രസ് എന്നാണെന്ന് തോന്നുന്നു ആ എക്സ്പ്രസ് വേയുടെ പേര്. അവിടെ ആണ്. ഒരു സൈനികാഭ്യാസം നടക്കുമ്പോൾ അവര് വിചാരിക്കും ഇത് എന്താ ഇവന്മാര് കാണിക്കുന്നത്. കാരണം അതിർത്തിയിലും ഇവര് എന്താ ചെയ്യുന്ന അറിയുന്നില്ല. ഇപ്പൊ UP-ക്കകത്ത് വലിയ രീതിയിൽ വലിയ ആധുനിക യുദ്ധവിമാനങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു റോഡിൽ, അതായത് ഒരു എയർ സ്ട്രിപ്പ് ആണത്. അത് ഇപ്പൊ യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്ത എയർ സ്ട്രിപ്പ്, അവിടെ ഒരു പരിശീലനം നടത്തി. അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഇത് എവിടെയാണെന്നാണ്. അപ്പൊ ഈ കൺഫ്യൂഷൻ തീർത്ത് ഒരു അടി തുടങ്ങുക എന്നുള്ളതാണ് അവരിപ്പോ ലക്ഷ്യമാക്കുന്നത്. അടി അതെ. തുടങ്ങാന്ന് വെച്ചാൽ അടിച്ചു കഴിയുമ്പോൾ 2-3 ദിവസം കൊണ്ട് പ്രശ്നം തീരുമല്ലോ. ഈ ടെൻഷനെ വെച്ച് എത്ര നാളെ ഇവർക്ക് ജീവിക്കാൻ പറ്റും? ഒരു കാര്യത്തിലും തീരുമാനം. ഒരിടത്ത് വെള്ളമില്ലാത്ത പ്രശ്നം, ഒരിടത്ത് വെള്ളം കൂടിയതിന്റെ പ്രശ്നം, മറ്റൊരിടത്തേക്ക് അതെ. പോകുമ്പോഴത്തേക്ക് എല്ലാ വഴിക്കും സാധനങ്ങൾ ബന്ദ് ചെയ്യുന്ന വിഷയം, രാജ്യങ്ങളുടെ പിന്തുണയില്ലാത്ത വിഷയം. അപ്പോഴത്തേന് ഇവരിപ്പോ ഉം. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക.
യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായി അറിയാം, ഒരു 3-4 ദിവസം ഇന്ത്യ തീർത്തടിക്കും, അതോടുകൂടി ഈ പ്രശ്നത്തിൽ എല്ലാവരും കൂടെ ഇടപെട്ട് പോട്ടെ എന്ന് പറയും, സാരമില്ലെന്നൊക്കെ പറയും, അവിടെ കൊണ്ട് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്ത് അവർക്ക് പഴയ ലൈനിലേക്ക് വരാമല്ലോ. അതാണ് ഇപ്പൊ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ ആകട്ടെ അതിന് പോകുന്നില്ല. മറ്റേ ഈ എലിയെ പൂച്ച കൊല്ലുന്ന ഒരു അവസ്ഥയാണ്. എലിയെ പൂച്ച കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? വളരെ രസകരമാണ്. ഈ എലിയെ അതെ പിടിച്ച് അതെ. കഴിഞ്ഞാൽ പൂച്ച ഒറ്റയടിക്ക് കൊല്ലത്തില്ല. അതിനെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കും, ഈ കൈ വെച്ചോണ്ട് പൂച്ച, എന്നിട്ട് ചിരിക്കും. എന്നിട്ട് ഈ പൂച്ച എന്ത് ചെയ്യും? ആ പൂച്ചയുടെ കൈ പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ എലി പതുക്കെ മൂവ് ചെയ്യും. അത് എലി ഓർക്കുന്നത് പൂച്ച മാറിയിരിക്കുന്നു, ഓടി രക്ഷപ്പെടാണ്. പതുക്കെ അങ്ങോട്ട് ഓടും, പിന്നെയും പൂച്ച പിടിക്കും. എന്നിട്ട് ഒറ്റ അടിയാണ് കൊടുക്കുന്നത് എലിയുടെ മുഖത്ത്. അടിച്ചു കഴിയുമ്പോൾ എലി ഇങ്ങനെ ചുമ്മാ ഇരിക്കും, കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഉം. തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇത് അധികം ദിവസം പോയില്ല. നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉറി അറ്റാക്ക് നമ്മൾ നടത്തിയത് നമ്മുടെ ആ തിരിച്ചടി കൊടുത്ത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ്, 11-ാം പൊക്കമാണ് നമ്മൾ ഉം. ബാലക്കോട്ട് നമ്മൾ പ്രതികാരം ചെയ്തത് 12 ദിവസങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതെ. ഈ ഒരു സംഭവം 9 ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു, ഒരു പക്ഷെ നടക്കുമായിരിക്കാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ 12-നോ 13, കാരണം പറയുമ്പോൾ ഒരു രസത്തിന് പറയാൻ വേണ്ടിയിട്ട് 11, 12, ഇനി ചിലപ്പോൾ 13 ആണോ എന്നറിയില്ല, 10 ആണോ എന്നും അറിയില്ല. ഏതായാലും അടുപ്പിച്ച്, കാരണം അത് ഈ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ് സാധനം പോകുന്നത്. ഏതായാലും അങ്ങനെയാണ്. ഏതായാലും ഈ വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്വാഭാവികമായിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്. കാരണം ആ രാജ്യത്ത് വെള്ളമില്ലായ്മ, കാരണം ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഇതിനകത്ത് വരാൻ പോകുന്ന കുറെ സംഘടനകളുണ്ട്. അതിലൊന്ന് ഉം. ഈ മനുഷ്യാവകാശ സംഘടനകളിനകത്ത് ഇടപെടാൻ തുടങ്ങും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പഴയ രാകേഷ് ടിക്കായത്ത് കർഷക നേതാവ് പറഞ്ഞത്, എന്താണ്, പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ ദുരിതത്തിലാണ്, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. അതെ 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 അതെ. അങ്ങനത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാഴ നനയുമ്പോൾ ചീര കൂടെ നനയുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. അതായത് ഉം. ഇത്രയും ഉം. വലിയ ഉം. ബഹളം നടക്കുന്നു, അക്കൂട്ടത്തിൽ ഞാൻ കൂടെ പോയിട്ട് ആ ക്യാമറയുടെ മുമ്പിൽ നിന്നാൽ എനിക്കും 10 ഷെയർ കിട്ടും, ലൈക്ക് കിട്ടും, കാരണം എല്ലാവരും മറന്നിരിക്കുക രാകേഷ് ടിക്കായത്തിനൊക്കെ. അതാണ് അതെ. ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ. ഈ ഒരു സംഭവം നടക്കുമ്പോൾ 1-2 കമന്റ് പറഞ്ഞിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഉം. ഈ ഉം. ഉം. പറയുന്ന ഈ ഓർഗനൈസേഷൻ വന്നതുകൊണ്ട് ഇന്ത്യ അത് യാതൊരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ല, ഇത് അവരുടെ ഒരു ഉം. ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷൻ അങ്ങനെ പറയാൻ കഴിയും. അവരങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരങ്ങനെ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർ ആ ഒരു ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവർക്ക് അതേ അതെ അതെ പറയാൻ അതെ. കഴിയും. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണത്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.